സ്വർഗീയ നാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ദൈവത്തിന് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദാവീദ് ചോദിക്കുന്നതായ 2 ചോദ്യങ്ങളാണിത്. ഒന്ന്, ഞാൻ ആരെ ഭയപ്പെടും? രണ്ടാമത്തേത്, ഞാൻ ആരെ പേടിക്കും? ഇത്രമാത്രം ധൈര്യശാലിയായ ഒരു വ്യക്തിയെ നാം തിരുവെഴുത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വളരെ വിരളമായി മാത്രമേ കാണുന്നുള്ളൂ. ചെറുപ്പകാലം മുതൽ വളരെ ധൈര്യശാലിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ദാവീദിന്റെ ചരിത്രത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ബാലനായിരിക്കുമ്പോൾ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആടുകളെ പിടിച്ചുകൊണ്ടു പോകുവാൻ വന്ന കരടിയെയും സിംഹത്തെയും താൻ അടിച്ച് കൊന്നുകളഞ്ഞു. അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത്രമാത്രം ധൈര്യശാലിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. നാം വായിച്ചതായ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ആരെയും ഭയപ്പെടേണ്ടുന്നതായ കാര്യമില്ല, കാരണം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും. അതുപോലെ തന്നെ ഞാൻ ആരെയും പേടിക്കേണ്ടുന്നതായ ആവശ്യമില്ല, കാരണം അവിടുന്ന് എൻ്റെ ജീവൻ്റെ ബലമാണ്. ഈ ഒരു ചിന്തയാണ് ദാവീദിന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധൈര്യശാലിയായി തീരുന്നതിന് സഹായിച്ചത്. 27-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ താൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. വാസ്തവത്തിൽ ധൈര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. കാരണം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും താൻ വളരെ വലിയ ധൈര്യശാലിയായിരുന്നു. ആരെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ തനിക്ക് സാധിച്ചു. കാരണം യഹോവയായ ദൈവം തൻ്റെ ജീവൻ്റെ ബലമാണ് എന്നുള്ള അടിയുറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ ധൈര്യം നൽകിയത്. 18-ാം സങ്കീർത്തനം 29-ാം വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നോക്കുക, എത്ര വലിയ ധൈര്യശാലിയായിരുന്നു ഈ ദാവീദ് രാജാവ്. അതുകൊണ്ടാണ് ശൗൽ രാജാവിൻ്റെ പടയാളികളിൽ ഏറ്റവും ബലവാന്മാർ പോലും പിന്തിരിഞ്ഞോടിയതായ സമയത്ത് ബാലനായിരുന്ന ദാവീദ് ഗോലിയാത്തിനെ എതിരിട്ട് കൊന്നുകളഞ്ഞത്. ദാവീദിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നാം ജീവിതത്തിൽ ധൈര്യശാലികളായിരിക്കണം എന്നുള്ളതത്രേ. ധൈര്യമില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നമ്മുടെ ധൈര്യം കെടുത്തിക്കളയുന്ന ഒരുപാട് കാര്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ രോഗങ്ങളിലൂടെയോ ക്ഷീണങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുമ്പോൾ നാം അറിയാതെ നമ്മുടെ ധൈര്യമെല്ലാം ചോർന്നു പോയെന്ന് വരാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ സഹായിക്കുന്നത് എന്താണ്? വലിയവനായ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വലിയവനായ ദൈവം നമുക്ക് നൽകുന്ന രക്ഷയാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലെ ധൈര്യത്തിൻ്റെ ആധാരം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയവനായ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവിതത്തിൽ എന്തിനേയും നേരിടുവാനുള്ള ധൈര്യം. ചുരുക്കത്തിൽ രക്ഷയുടെ സംഭാവനയാണ് നാം അനുഭവിക്കുന്ന ധൈര്യം എന്ന് പറയുവാൻ കഴിയും. നമ്മുടെ ധൈര്യം കെടുത്തിക്കളയുന്നത് നമ്മിലുള്ളതായ പാപമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കുമ്പോൾ തന്നെ ദൈവം തനിക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് തൻ്റെ ജീവിതത്തിൽ എന്തിനേയും നേരിടുവാനുള്ള ധൈര്യം. ഈ സ്വർഗീയനാദം ശ്രവിക്കുന്ന മാന്യ സ്നേഹിത, താങ്കൾ ജീവിതത്തിൽ ഒരു ധൈര്യശാലിയാണോ? അതോ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തിയാണോ? നമ്മുടെ ജീവിതത്തിലെ ധൈര്യം കെടുത്തിക്കളയുന്നത് നമ്മളെ പാപ സ്വഭാവമാണ്. എന്നാൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപക്ഷമ ലഭിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ എന്തിനേയും നേരിടുവാനുള്ള ധൈര്യം ലഭിക്കുന്നു. ഇതുവരെയും താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ദൈവം അതിന് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിതയാത്രയിൽ കാലുകളിടറാതെ ബലമേകും ദൈവത്തിൻ വചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കവിഞ്ഞൊഴുകിയാലും
കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കവിഞ്ഞൊഴുകിയാലും ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ജയപേരി മുഴക്കിടുമേ. ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ജയപേരി മുഴക്കിടുമേ. ഭയം ലേശം വേണ്ടിനിയും മമ യേശു എന്ന ഭയം വൻതുമ്പമേ